ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 12-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ വെടിഞ്ഞ് പകലിന് യോജിച്ച് മാന്യമായി പെരുമാറാം. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ വെടിഞ്ഞ് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. അത് മനസ്സിലൊന്ന് ഉറപ്പിക്കുക. അന്ധകാരത്തിൻ്റെ ആയുധങ്ങൾ അല്ലെങ്കിൽ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ അത് വെടിയണം, പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കണം. ഞാൻ 1-2 പോയിൻറ്റ്സ് എൻ്റെ മനസ്സിലേക്ക് വന്ന് നിങ്ങളോട്ടൊന്ന് പങ്കുവയ്ക്കാം. ഒരു ഡീഗ്രഡേഷൻ ഓഫ് മോറൽ വാല്യൂസ് എന്ന് പറയുന്ന ധാർമ്മിക മൂല്യച്യുതിയുടെ ഒരു കാലഘട്ടം നമ്മൾ കാണുകയാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നതേ, ഒരു സ്ഥലത്തൂടെ ഞാനിങ്ങനെ കടന്നു പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് അവിടെ കെട്ടിടങ്ങൾ കുറേയുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും പുലർച്ചെ 1 മണിക്ക് സിഗരറ്റൊക്കെ വലിച്ച് റോഡ് സൈഡിൽ നിൽക്കുന്നു. ഒരു 10-30 ആൾക്കാരുണ്ട്. ഞാൻ പെട്ടെന്ന് അവരോട് ചോദിച്ചത്, എന്താ ഇവർ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ അവർ ഇവിടെ ഹോസ്റ്റലുണ്ട്, അടുത്തടുത്ത് ആൺകുട്ടികളുടെ ഹോസ്റ്റലും പെൺകുട്ടികളുടെ ഹോസ്റ്റലും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അവർ രാത്രിയിൽ ഇറങ്ങി അവിടെ ഇവിടെയെല്ലാം പോയി ആഘോഷിച്ച് മദ്യം പങ്കുവെച്ച് പുകവലിച്ച്, അത് പെൺകുട്ടികളും പുകവലിക്കുന്ന കണ്ടു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ ഇത് സ്ഥിരമായി ഇവരിങ്ങനെയാണോ ചോദിച്ചാൽ പറഞ്ഞു, ഈ റോഡിലൂടെ രാത്രിയിൽ നടന്നു പോകാൻ നമുക്ക് പറ്റില്ല. 2 വാഹനത്തിൽ പോകുമ്പോഴും അവരെന്തെങ്കിലുമൊക്കെ റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ ക്രമരഹിതമായി പാർക്ക് ചെയ്ത് അത് ചോദിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവരോട് ബെഗ്ഗിയും ചെല്ല് താഴ്ത്തി പതുക്കെ ഒരല്പം ഒരു സൈഡ് തരുമോ എന്നൊക്കെ ചോദിച്ച് അല്പം കെഞ്ചി ചോദിച്ചാലൊക്കെയാണ് അവർ വണ്ടിയൊന്ന് ഒതുക്കി തരുന്നത്. ഒരിക്കൽ ഈ ആളോട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, താനിങ്ങ് ഇറങ്ങി വരാൻ പറഞ്ഞു. താക്കോൽ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ വണ്ടി അവിടെ നിന്ന് മാറ്റി സൈഡിലേക്ക് ഒതുക്കിയിട്ട് താൻ തന്നെ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇത് ആരോടാ പറയുന്നത്? 70 വയസ്സുള്ള ഒരു കോളേജ് അധ്യാപകനായിരുന്ന ആളോടാണ് ഈ 25 വയസ്സെങ്കിലുമുള്ള ചെറുപ്പക്കാരൻ പറയുന്നത്. അയാൾ വണ്ടി അങ്ങനെ മാറ്റിയിട്ട് കഴിഞ്ഞപ്പോഴേക്ക് അവിടെ നിന്ന് പെൺകുട്ടികൾ പറയുന്നു, മൂപ്പിലാന് അനുസരിപ്പിച്ചേ പരിചയം ഉണ്ടാവുള്ളൂ, ആദ്യമായിട്ടായിരിക്കും അനുസരിച്ച് അനുഭവം ഉണ്ടാവുന്നതെന്ന് കുഴഞ്ഞ നാവുകൾ കൊണ്ട് പെൺകുട്ടികൾ കമൻറ്റ് പറയുന്നു. ഈ കാരണവർ എന്നോട് പറയുകയാണ്, ഞാൻ ആ വഴിയിലൂടെ രാത്രിയിൽ യാത്ര ചെയ്യുന്ന ഒഴിവാക്കും. കാരണം അങ്ങനെ ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള എല്ലാവരും അങ്ങനെയാണെന്നൊന്ന് ജനറലൈസ് ചെയ്ത് ഞാൻ പറയുന്നില്ല. പക്ഷേ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾക്ക് ഒരു പ്രത്യേകമായ ഉന്നത സ്ഥാനം കൊടുക്കുന്ന കുറേ പേരെങ്കിലും ലോകത്തിലുണ്ട്. എത്ര ശതമാനം എന്നൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് മാതാപിതാക്കളുടെ കൂട്ടത്തിലുണ്ട്, ദമ്പതിമാരുടെ കൂട്ടത്തിലുണ്ട്, യുവതി യുവാക്കളുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ നമുക്കൊന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞ് ഇതിനെയൊക്കെ ഇഗ്നോർ ചെയ്ത് അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകുമെന്നും പറഞ്ഞ് ഇതിനെ അവഗണിക്കുന്ന ആത്മീയപിതാക്കന്മാരുടെ ഒരു ഗ്രൂപ്പുണ്ട്. എന്നെപ്പോലെയുള്ളവരുടെ ആത്മീയപിതാക്കന്മാരായിട്ടുള്ളവർ ഈ ഒരു മേഖലയിൽ എങ്ങനെ ഇവരെ രക്ഷിക്കണമെന്ന് നോക്കുന്ന കാര്യത്തിൽ വീഴ്ചയോ അവധാനതയോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുള്ളവരുണ്ടോ? ആ കാര്യം ഞാൻ ഏറ്റു പറയുകയാണ്. കുടുംബ ബന്ധങ്ങളിൽ വലിയ തോതിലുള്ള വിള്ളലുകളുണ്ടാകുന്നു. ഒരു ഭർത്താവിൻ്റെ പാപകരമായ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ അപ്പൻ്റെ പാപകരമായ ഒരു ബന്ധത്തെക്കുറിച്ച് മക്കൾ അറിഞ്ഞിട്ട് അമ്മയോട് പോയി പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, നിങ്ങളിതെന്തെങ്കിലും അറിയുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ മക്കൾ 2 പേരും, മകനും മകളും കൂടെ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തുകൊണ്ടത് തടയുന്നില്ല? എനിക്ക് തടയാൻ പറ്റില്ല മക്കളെ. അത് കഴിഞ്ഞ് മകളുടെ കല്യാണത്തിൻ്റെ തലയാഴ്ചയാണ് മറ്റൊരു ദുരന്തം ഉണ്ടായത്.
മകളുടെ കല്യാണം ഉറപ്പിച്ചിരുന്ന പയ്യൻ്റെ വീട്ടിലൊരു ന്യൂസ് കിട്ടി. അത് കാര്യം അന്വേഷിച്ചപ്പോൾ സത്യമാണ്. അമ്മയ്ക്കും ഇതുപോലെ തന്നെ മറ്റൊരാളുമായി ഒരടുപ്പമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു. അതിന് തെളിവുകൾ കിട്ടി, വീഡിയോ സഹിതം കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. ഈ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അങ്ങനെയാണ് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കൗൺസിലിങ്ങിൽ ഈ പെൺകുട്ടി ഇതെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ആ മനഃശാസ്ത്രജ്ഞൻ ഇക്കാര്യം എന്നോട് പറഞ്ഞത്, ഇത് കുടുംബ ബന്ധങ്ങൾ വിള്ളലുകൾക്ക് വളരെയേറെ ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ഒന്നാമത്തെ സോഷ്യൽ മീഡിയയുടെ മോശമായ ഉപയോഗം വഴി പല കുടുംബങ്ങളിലും തിന്മ കയറിക്കൂടുന്നുണ്ട്. വ്യക്തിപരമായിട്ടിരുന്ന് നമ്മുടെ മുറിക്കകത്തിരുന്ന് ഏത് മ്ലേച്ഛ ലോകത്തേക്കും പ്രവേശിക്കാനായിട്ടുള്ള വാതായനങ്ങൾ തുറന്നു കിടക്കുക, വാതിലുകൾ തുറന്നു കൊടുക്കുക. ഇഷ്ടം പോലെ എവിടെ വേണേലും പോകാം, ആർക്ക് വേണേലും പോകാം, ആരും അറിയില്ല. ഇരുട്ടിൻ്റെ മറവിലിരുന്ന് അല്ല മുറിയുടെ ഒളിവിലിരുന്ന് നമ്മൾ കാട്ടിക്കൂട്ടുന്നതൊന്നും ലോകം കാണുന്നില്ല എന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. പക്ഷേ എല്ലാം കാണുന്ന കർത്താവിൻ്റെ കണ്ണുകളിത് കാണുന്നുണ്ടെന്ന് അവരറിയുന്നുമില്ല. അങ്ങനെ ഒരു ചിന്തയില്ല. വിശ്വാസവും മതവും ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടി. അതിന് മതനേതൃത്വത്തിൽപ്പെട്ടവരുടെ സഭാതലത്തിലുള്ളവരുടെ ചില നടപടി ദോഷങ്ങൾ കാരണമാണെന്ന് അവർ പറയുന്നുണ്ട്. കുറേ സത്യമുണ്ട് താനും. മറ്റൊരു കാര്യം, പിശാചിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടും. എല്ലാം ഈ പാപം എന്നും പറഞ്ഞ് നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയും സ്വാതന്ത്ര്യവും കളയുന്നവരാണ് ആത്മീയ പിതാക്കന്മാരും ധ്യാനഗുരുക്കന്മാരും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ പിശാചിൻ്റെ കൂടെ പോയാൽ അവൻ്റെ ആരാധകരുടെ ഗുണത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പറയുന്നവരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ പോട്ടെ ആശ്രമത്തിൽ അച്ഛൻ്റെ എല്ലാ ശനിയാഴ്ചത്തെ പ്രസംഗം സ്ഥിരമായി കേട്ട് ഞാൻ സെമിനാരിൽ ചേരാൻ പോലും ഒരുങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ +2 കഴിഞ്ഞിട്ട് മതിയെന്ന് വികാരിച്ചും പറഞ്ഞിട്ടുണ്ട്. +2 പോയി. അവിടെ വെച്ച് എനിക്ക് ഒരു പുനരാലോചന ഉണ്ടായി. അങ്ങനെ സെമിനാരിൽ ചേരേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഉപരിപഠനത്തിനൊക്കെ പോയ അവസരത്തിൽ എനിക്ക് കുറേ കൂട്ടുകാരെ കിട്ടി. അങ്ങനെ ഞാൻ PGക്ക് MAക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കേരളത്തിന് പുറത്ത് പിശാച് ആരാധനാ സംഘക്കാരെന്നെ അവരുടെ ബ്ലാക്ക് മാസിന് കരിങ്കുർബാന എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചു. 1966 ആൻഡൺ ചാൻഡർ ലാവെ എന്ന് പറയുന്ന ആൾ ഉണ്ടാക്കിയ ഒരു മതമാണ് പിശാചിൻ്റെ മതം, പിശാചിൻ്റെ സഭ. 1969 ദ ബൈബിൾ ഓഫ് സേറ്റൻ എന്ന് പറഞ്ഞ് പിശാചിൻ്റെ ബൈബിൾ അദ്ദേഹം എഴുതി. അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് മാസ് എന്ന് പറയുന്ന കരിങ്കുർബാന എന്നറിയപ്പെടുന്ന പിശാച് ആരാധന കുർബാന, അതായത് കത്തോലിക്ക പരിശുദ്ധ കുർബാനയ്ക്ക് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ദൈവസ്തുതിക്ക് പകരം പിശാചിന് മഹത്വം കൊടുക്കുന്ന, പിശാചിനെ ആരാധിച്ച് സ്തുതിക്കുന്ന, പിശാചിനെ സ്വീകരിക്കുന്നവരുടെ ഒരു പ്രത്യേകമായ ആരാധനാ വിധിയാണത്. ഇയാൾ അങ്ങനെ ഒരു പരിപാടിക്ക് പോയി. അത് കഴിഞ്ഞ് വന്ന് എന്നോട് പറയുകയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ തോന്നുന്നു. പക്ഷേ ഞാൻ അയാളോട് പറഞ്ഞു, ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള പിശാചിൻ്റെ പിന്നാലെ പോയുള്ള നേട്ടങ്ങളിലേക്ക് പോയി ആ നേട്ടങ്ങൾ സുഖം തരും, അതുകൊണ്ട് സ്വാതന്ത്ര്യം ഒത്തിരി കിട്ടുമെന്ന് വിചാരിച്ച് പിശാച് എന്ന സുഖങ്ങളിൽ അഭിരമിച്ച് പോകുന്ന ഒരുവൻ്റെ ആത്മാവ് മരിക്കും. ആത്മാവിനെ പിശാച് സ്വന്തമാക്കും. അവൻ്റെ മനസ്സും ആത്മാവും ചിന്താഗതികളും വികാരങ്ങളും എല്ലാം തന്നെ പിശാചിൻ്റെ നിയന്ത്രണത്തിലാവും, എന്നേക്കുമായിട്ട് നശിക്കും. അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ വെടിഞ്ഞിട്ട് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാനായിട്ടൊരു തീരുമാനമെടുക്കേണ്ട സമയമാണിത്. പൗലോസ്ലീഹ റോമാക്കാർക്ക് ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പം നമ്മൾ കാണുന്നു, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിച്ചിട്ട് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാനായിട്ടുള്ള മുന്നറിയിപ്പ്, ആഹ്വാനം. നമുക്കതിലേക്ക് പ്രവേശിക്കാം. എഫെസോസ് 5:16 വചനം ഇതിന് കൂടെ ചേർക്കാം. വീണ്ടും, തിന്മയുടെ ദിനങ്ങളാണിപ്പോൾ, നിങ്ങൾ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ലോകം മുഴുവൻ മോശമാണെന്നോ അല്ലെങ്കിൽ എല്ലാവരും പിശാചിൻ്റെ വഴിയിലാണെന്നൊന്നും ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നില്ല. പക്ഷേ ആത്മാവിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ചും കൂടി അവബോധമുള്ളവരാണെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് പോകാം, നമ്മുടെ കൂടെയുള്ളവരെ സഹായിച്ചു പോകാം.
ലോകം നാശത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ടെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കാം. അവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് നയിക്കാം. ദൈവം അവരോട് സംസാരിക്കാൻ, തിരുവചനത്തോട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാം. സഭയുടെ ഔദ്യോഗികമായ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് തന്നെ ഒന്നിച്ച് പ്രാർത്ഥിച്ച് വളരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനൊരു അവസരമാണ് ഈ ഒരു കാലഘട്ടമെന്ന് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള ചില അല്പം നെഗറ്റീവായിട്ടുള്ള ഒരു സന്ദേശം എന്ന് തോന്നുന്നതാണെങ്കിലും ഇത് പറഞ്ഞത്. ഈശോയെ, അപകടം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും സമ്മാനിക്കുന്ന പിശാച് സൗകര്യങ്ങളിലെ സുഖങ്ങളെ പിന്നിൽ ഒളിപ്പിച്ചിരിക്കുന്ന മാരകപക്ഷം തിരിച്ചറിയാതെ അത് സ്വീകരിച്ച് നിത്യനാശത്തിലേക്ക് നിബന്ധിക്കുന്നവരുടെ എണ്ണം പെരുകുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് ഞങ്ങളും മറ്റുള്ളവരും അങ്ങയുടെ പക്കലേക്ക് തിരിഞ്ഞ ആത്മീയ ഭോജ്യം നിരന്തരം സ്വീകരിക്കാൻ വചനത്തിലൂടെ, കൂദാശകളിലൂടെ, സഭാ കൂട്ടായ്മയിലൂടെ, കുടുംബ ബന്ധങ്ങളിലൂടെ, വിശുദ്ധമായ സമൂഹ ജീവിതത്തിലൂടെ മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.